ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? അൽഹംദുലില്ലാ, നമുക്ക് സുഖമായി പോകണം കേട്ടോ. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കലിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ ഞാൻ വിരുന്നൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഇതാ ഇന്ന് കിറ്റ് കിട്ടിയൊരു ദിവസമായിരുന്നു. അതിൽ നമുക്ക് ചിക്കനും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ തീരുമാനിച്ചു ഇന്ന് ചിക്കൻ കറിയും പിന്നെ എന്താ നെയ്ച്ചോറും കൂടെ വെക്കാമെന്ന്. അങ്ങനെ ഞാനിതെല്ലാം ശരിയാക്കി അടുപ്പിൻ്റെ അടുത്ത് പോയപ്പോൾ ഇത് ഭയങ്കര പുകച്ചില്, വെള്ളാട്ടപ്പോക്കരാട്ടോ. ഇടയ്ക്ക് ഞങ്ങൾ അടുപ്പ് ഇടയ്ക്ക് ഞാൻ മാത്രം കത്തിക്കും കേട്ടോ. ഇമ്മ കത്തിക്കുമ്പോൾ നല്ല സൂപ്പറായി കത്തും. അങ്ങനെ അമ്മ കത്തിച്ചപ്പോൾ ഞാൻ ഉള്ളിലൊക്കെ വഴറ്റിയിട്ടോ. പിന്നെ അമ്മ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഉമ്മ പറഞ്ഞു ഞാൻ കറി ഉണ്ടാക്കുക, ഈ ഉള്ളിലത്തെ പണികളൊക്കെ എടുത്തോന്ന്. അപ്പോൾ പിന്നെ നേരെ ഉള്ളിൽ കയറിയിട്ടോ. ഉള്ളിൽ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിറ്റിൽ എന്തൊക്കെയാണ് കിട്ടിയെന്നുള്ളതൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ കിറ്റ് തുറക്കാൻ പോയപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറൊരു തല പൊന്തി വന്നു കേട്ടോ. കിട്ടിയ മതിൽ അതിൻ്റെ ഉള്ളിലാട്ടോ. അങ്ങനെ അരിപ്പൊടി ഉണ്ട് കേട്ടോ. അരിപ്പൊടി 5 കിലോതിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട്. പിന്നെ നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുടുംബത്തിൽ നിന്ന് തന്നെ കിട്ടിക്കണ്. വാങ്ങാനുള്ള അർഹത ഉണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല, എന്നാലും ഞങ്ങൾ വാങ്ങിയിട്ടോ. ചായപ്പൊടി ഉണ്ട്, അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അങ്ങനെ മസാല ഐറ്റംസുകളും ഈത്തപ്പഴം, റവ, മൈദ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇതിനുണ്ട് കേട്ടോ. ഇത് ഞാൻ രാവിലെ വെള്ളത്തിലിട്ടേ ചെയ്യുന്നത്, കറി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാട്ടോ. പിന്നെ കറി ചിക്കൻ ആക്കിയപ്പോൾ ഞാൻ ഇതിനൊരു സ്നാക്സ് ആക്കി മാറ്റാൻ വിചാരിച്ചിട്ടോ. പയറ് കൊണ്ടൊരു കിടില സ്നാക്സ്, പയറ് വട. ആരും ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല, ഞാനും ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതൊന്ന് കുറച്ചെടുത്ത് നമുക്ക് മിക്സിയിൽ ഒന്ന് അങ്ങനെ ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ എടുക്കണം കേട്ടോ. ഞാനിതിങ്ങനെ ഗ്രീൻ പീസ് കൊണ്ടൊക്കെ ട്രൈ ചെയ്തുകൊണ്ടോ. അപ്പോൾ എന്നാൽ ഇതുകൊണ്ടൊന്ന് ട്രൈ ചെയ്തോ എന്നൊക്കെ വിചാരിച്ച് ഒരു സവാള അരിഞ്ഞിട്ടിട്ടോ. കുറച്ചേ എടുത്തുള്ളൂ, കാരണം ഇത് എങ്ങനെ ആവും എന്താവും എന്നറിയില്ല കേട്ടോ. പക്ഷേ സംഭവം ഭയങ്കര ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. പക്ഷേ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. അത് ഞാൻ കുറച്ചുണ്ടാക്കിയോണ്ടാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഇഞ്ചിയും പിന്നെ കുരുമുളകും കറിവേപ്പിലൊക്കെ, കുരുമുളകല്ല കേട്ടോ, ചീനമുളകാണ് ഞാൻ കേട്ടോ. അതങ്ങോട്ട് കടിച്ചിട്ടൊരു ജ്യൂസിന് വേഗം ചെന്നു കേട്ടോ. അവിടെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാകും. അത് ആ കറി നമ്മൾ അടുപ്പത്ത് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണ്ട കേട്ടോ. എന്താ ഈ ഒരു ഷേപ്പിൽ ഇങ്ങോട്ട് പരത്തി എടുത്തു കേട്ടോ ഞാൻ. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, എണ്ണയിലിട്ട് അങ്ങോട്ട് പൊരിച്ചെടുക്കുക. ഏകദേശം ഒരു പരിപ്പുവടയുടെ ടേസ്റ്റൊക്കെയാണ് കേട്ടോ. പക്ഷെ പരിപ്പുവടനേക്കാളും ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ ചീനമുളകിൻ്റെ ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നത്. നല്ല ഒരു എരിയും ഉപ്പും അങ്ങനെ എല്ലാം പാടെ കൂടിയ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സംഭവം നമ്മുടെ വീട്ടിൽ എല്ലായിടത്തും ഇപ്പോൾ ഈ ഒരു പയറ് സ്റ്റോക്കായിരിക്കും എന്നറിയാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ടേസ്റ്റ് എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ഇടാൻ മറക്കണ്ട കേട്ടോ. പിന്നെ എന്തായാലും ഇപ്പോൾ കിറ്റ് കിട്ടിയ ദിവസമല്ല, അതുകൊണ്ട് എല്ലാം കൂടി തയ്യാറാക്കാൻ വിചാരിച്ചു. പിന്നെ ഈ ഒരു സംഭവം എല്ലാവരും ഉണ്ടാക്കി മറന്ന കാര്യമായിരിക്കും. പക്ഷെ പഴയ തള്ളാർക്കും എന്തായിരിക്കും ഈ ഒരു വിഭവം നല്ല ഇഷ്ടമായിരിക്കും. ഇതവർ എത്ര കിട്ടിയാലും കുടിക്കും. അതാട്ടോ നമ്മുടെ തരിക്കഞ്ഞി. അപ്പോൾ ഇതൊന്ന് ഞാനൊന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയത് ഫസ്റ്റ് ടൈമാട്ടോ ഞാൻ ട്രൈ ചെയ്ത് നോക്കണേ. ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഉമ്മ പറഞ്ഞു തന്നിട്ടോ ഇന്ന പോലെ ഉണ്ടാക്കാമെന്നൊക്കെ. അപ്പോൾ അതുപോലെ അങ്ങോട്ട് ചെയ്തു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ലാസ്റ്റ് ആണ് കേട്ടോ. പാത്രം കാലിയായ വഴി അപ്പോൾ എനിക്ക് ഉണ്ടാക്കാനൊക്കെ അറിയാം. അങ്ങനെ നമ്മൾ ജ്യൂസിന് വത്തക്ക ജ്യൂസിന് കഴിഞ്ഞിട്ടുണ്ടോ നമ്മളെ നോമ്പിന് വേറൊരു ജ്യൂസില്ലേ. അപ്പോൾ അധികം വത്തക്ക ജ്യൂസാണ്. വത്തക്ക ജ്യൂസ് അടിച്ചിട്ട് അതിൽ ലേസം നന്നാരി ഒഴിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഈ വത്തക്ക ജ്യൂസിൽ നന്നാരി ഒഴിക്കൽ നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് അറിയില്ല, പക്ഷേ ഒഴിച്ച് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ എല്ലാവരും ചെയ്യാണ്ടപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്തൊക്കെയത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അടുപ്പത്ത് നെയ്ച്ചോറ് നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ഭാഗമൊക്കെ അമ്മയായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഈ ജ്യൂസ് ഇതൊക്കെ എണ്ണക്കടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ ഞാൻ ഏറ്റെടുത്തത്. എനിക്ക് അങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഇങ്ങനത്തെ കുക്കിങ്ങിനൊന്നും വലിയ താല്പര്യമില്ല, കാരണം ചളാവുന്നൊക്കെ അറിയാം. ഫൈനലി അങ്ങനെ എല്ലാ പ്രിപ്പറേഷനും റെഡി ആയിട്ടോ. പിന്നെ ഒക്കെ ടേബിളിൽ കൊടുന്നേക്കണ കെട്ടാട്ടോ. അപ്പോൾ ഇതാ ടേബിളിൽ വത്തക്ക ജ്യൂസ് റെഡിയാക്കി ഒഴിച്ചു. പിന്നെ തരിക്കഞ്ഞി ഫ്രൂട്ട്സ് കണ്ടങ്ങൾ ഞാൻ പിസ്കത്താന്ന് വിചാരിക്കണ്ട, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ ഇന്ന്. കാരണം എല്ലാം നമുക്ക് സെറ്റാക്കണമല്ലോ. ഫ്രൂട്ട്സ് കഴിഞ്ഞേക്കുള്ളൂ, ഇനിയിപ്പോൾ നാളെ ലോഡ് ഇറക്കുള്ളൂ. അങ്ങനെ തരിക്കഞ്ഞി ഇയാളൊക്കെ ബാങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നോമ്പാണ്. 5 നേരം വെച്ച് നോമ്പെടുത്ത മനസ്സിനാണ് അതൊക്കെ. ഞങ്ങൾ ബാങ്കൊക്കെ കൊടുത്ത് നോമ്പൊക്കെ തുറന്ന് ഇതാണ് നമ്മൾ തരിക്കഞ്ഞിൻ്റെ അവസ്ഥ ഉണ്ടായത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാകും. ഇന്നൊരു പ്രാവശ്യം ഉണ്ടാക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ അത് അതുപോലെ ആവില്ല. അത് കാപ്പിരിനെ പറയും ഇനി ഉണ്ടാക്കരുതേന്ന്. അപ്പം അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ നിസ്കാരം ഓർത്തൊക്കെ കഴിഞ്ഞ് ചോറും കഴിക്കായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ബൈ.